അങ്ങനെ പരീക്ഷാകാലം വന്നെത്തി. കുട്ടികൾക്കും അതേപോലെ മാതാപിതാക്കൾക്കും ഒരുപോലെ ടെൻഷനുള്ള ഒരു സമയം. എന്നാൽ ഇനി ടെൻഷൻ വേണ്ട. നമുക്ക് ജെമിനി എഐയെ കൂട്ടുപിടിക്കാം. പരീക്ഷയ്ക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ജെമിനി എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മനസ്സിലാകാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയായി പറഞ്ഞു തരും. ലൈക്ക് സയൻസിലെ ലോസ് എല്ലാം ഒരു ഗെയിം കളിക്കണ പോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മോട് ക്വസ്റ്റ്യൻ ചോദിക്കാനും അങ്ങനെയൊക്കെയുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജെമിനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയുന്ന രീതിയിൽ ചെയ്യാം. ഇനി ഒട്ടും ടെൻഷൻ വേണ്ട. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വരെ ജെമിനി നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ നമുക്ക് ജെമിനിയോട് എങ്ങനെ ചോദിക്കാം. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലൈക്ക് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്നുള്ള ആ ചാപ്റ്റർ നമുക്ക് റീഡ് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു 10 വയസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളത് ഫോട്ടോസിന്തസിസ് എന്താണെന്ന് ഒരു 10 വയസ്സുകാരന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി മലയാളത്തിൽ പറഞ്ഞു തരുമോ? ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിന് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ജെമിനി നല്ല കറക്റ്റ് ആൻസർ പറഞ്ഞു തരും മനസ്സിലാവുന്ന രീതിയിൽ. അപ്പം നമുക്കിതൊന്ന് ജെമിനിയോട് ചോദിച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ട് ജെമിനി നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ജെമിനി ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഓഡിയോ സപ്പോർട്ടോടെ കൂടെ നമുക്കിത് ആൻസേഴ്സ് മനസ്സിലാക്കി തരും. ഇതിവിടെ ഏജ് അനുസരിച്ചിട്ടോ നമ്മുടെ ക്ലാസ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. ഇവിടെ ലളിതമായിട്ടുള്ളത് കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫോട്ടോസിന്തസിസ് സസ്യങ്ങളുടെ ഇലകളാണ് അവരുടെ അടുക്കള. ഇലകളിലെ ഹരിതകം ക്ലോറോഫിൽ എന്ന പച്ച നിറത്തിലുള്ള വസ്തുവാണ് ഈ പാചകത്തിന് സഹായിക്കുന്നത്. ഇനി ഒരു കുക്കിംഗ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മറക്കൂല അല്ലേ. ഈസി ആക്കി തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഈ പ്രക്രിയ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇത് മലയാളത്തിൽ നമ്മൾ ചോദിച്ചതുകൊണ്ട് മലയാളത്തിലാണ് ആൻസേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഏത് ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. നമ്മളിതിൽ പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആൻസേഴ്സ് കിട്ടുന്നത്. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിച്ച അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പം ഇതിനൊന്നും ആവശ്യമില്ല. ജെമിനി ഉണ്ടെന്നുണ്ടെങ്കിൽ ജെമിനിയോട് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ പറയുന്നു. ഇതിൽ ഈ ഒരു പ്രോംപ്റ്റാണ് ഇപ്പോൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ജെമിനി 6ാം ക്ലാസ്സിലെ സയൻസിലെ ജലം വാട്ടർ എന്ന പാഠത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കൂ. ഞാൻ പറയുന്ന ഉത്തരം ശരിയാണോ എന്ന് പറയണം. ഇത് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ജെമിനിയോട് ചോദിക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ ഒരു ഇതിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ജലം വെയിലേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്ന പ്രക്രിയ എന്താണ് വിളിക്കുന്നത്? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആൻസർ പറയാണ്. ജലം എന്ന് പറയുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചത് ബാഷ്പീകരണം എന്നാണല്ലോ. അത് ശരിയായ ഉത്തരമാണ്. അതിൽ ബാഷ്പീകരണം എന്നാണ്. അങ്ങനെ ഈ ഒരു ആൻസേഴ്സ് കറക്റ്റായ രീതിയിലും അതേപോലെ ഫോണിലാണെന്നുണ്ടെങ്കിൽ വോയിസോട് കൂടി വോയിസ് ആൻസേഴ്സും ക്ലിയറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഓരോ മക്കൾക്കും ഇത് പഠിക്കാൻ ഈസിയാക്കി തരും. ഒരുപാട് സമയം നമ്മൾ പഠിക്കാതെ ഇരിക്കുന്നതിനെക്കാട്ടിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നത് വെറുതെ സ്ക്രോൾ ചെയ്യുന്നതിനെക്കാട്ടിലും ജെമിനി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി സ്റ്റഡീസിൽ നല്ല രീതിയിൽ എക്സാംസിലും സ്റ്റഡീസിലും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസമുള്ളൂ. അതേപോലെ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇതിനെങ്ങനെ പ്ലാൻ ചെയ്ത് തരാൻ നമുക്ക് ജെമിനിയോട് എങ്ങനെ ചോദിക്കാം? ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങളുടെ അനുസരിച്ചിട്ട് ചോദിക്കാവുന്നതാണ്. ഇത് യൂസ്ഫുൾ ആവും എല്ലാവർക്കും, സ്റ്റുഡൻസിനും, എല്ലാ സ്റ്റാൻഡേർഡിൽ വരുന്ന സ്റ്റുഡൻസിനും ഇത് വളരെ യൂസ്ഫുൾ ആകും. ഡിഗ്രി PG സ്റ്റുഡൻസിനും. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ.
നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഇതാണ്. പേടിക്കേണ്ട, 5 ദിവസം കൊണ്ട് 4 ചാപ്റ്ററുകൾ പഠിക്കുക എന്നുള്ളത് എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ജെമിനി യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്താൽ മതി. അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ യൂസ് ചെയ്യാവുന്നതാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ.